ദൈവദാസന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹം വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഈ യോഗ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ആന്റിക്കും വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ 28ാമത്തെ നമ്മുടെ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള ധ്യാനമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9ാം അധ്യായമാണ്. ചില ആഴ്ചകളായിട്ട് റെഗുലറായിട്ട് ധ്യാനിക്കുന്നു. അങ്ങനെ ഒരു നടത്തിപ്പ് ഉണ്ടായി. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്തതിനോടുള്ള ബന്ധത്തിൽ ആ അധ്യായം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം 6ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളില് 12 ശിഷ്യന്മാരെ മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുത്തു അപ്പോസ്തലന്മാർ എന്ന് അവരെ വിളിച്ചു. എന്നിട്ട് 9ാം അധ്യായത്തില് അവരുടെ ഫ്യൂച്ചർ മിനിസ്ട്രിക്കുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കാണുന്നത്. 4ാം അധ്യായം തൊട്ടേ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കർത്താവിന്റെ ഗലീലയിലെ ശുശ്രൂഷയാണ്. 9ാം അധ്യായത്തിന്റെ അവസാന ഘട്ടമൊക്കെ വരുമ്പോൾ കർത്താവിന്റെ ആ ഗാലീലിയൻ മിനിസ്ട്രിയുടെ ഒരു സമാപനത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ശിഷ്യന്മാരെ പല പല കാര്യങ്ങൾ, അവരുടെ പരാജയങ്ങളെ കുറിച്ച് അവർക്ക് കർത്താവ് ബോധ്യം വരുത്തുന്ന ധാരാളം രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കർത്താവിനെ അവര് അനുഗമിക്കുന്നതിൽ അവർക്ക് സംഭവിക്കുന്ന കുറവുകളെ കുറിച്ചും കർത്താവ് ചൂണ്ടിക്കാട്ടും. സാധാരണക്കാരായ ആളുകളാണ്. എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ആശയം, വളരെ പേഷ്യന്റ് ആയിട്ടാണ് കർത്താവ് അവരോട് ഡീൽ ചെയ്യുന്നത്. തിരുത്തേണ്ടടുത്ത് ശക്തമായ വാക്കുകളിൽ കർത്താവ് തിരുത്തുന്നുണ്ട് എങ്കിലും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻകറേജ് ചെയ്ത് അവരെ മുന്നോട്ട് ട്രെയിൻ ചെയ്ത് നടത്തുന്നു. അപ്പൊ അത് നമ്മളും മനസ്സിലാക്കിയിരിക്കണം. ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ, എത്രയോ പോരായ്മകളും തെറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളെ വെട്ടിക്കളയാതെ തിരുത്തേണ്ട ഇടത്ത് തിരുത്തി കർത്താവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ആ കമ്പാഷനൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 9ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അവർക്ക് അധികാരവും ശക്തിയും കർത്താവ് കൊടുത്തിട്ട് സുവിശേഷ വേലയ്ക്ക് അവരെ വിടുകയാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കുറെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കും. അവരുടെ സംരക്ഷണത്തിനും അവരുടെ ദൈനംദിന ആവശ്യത്തിനും കർത്താവിനെ സമ്പൂർണമായി അവരാശ്രയിക്കണം എന്നതാണ് വാസ്തവത്തിൽ ആ വചനങ്ങളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. 6ാം വാക്യത്തിൽ അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടും ഊർതോറും സഞ്ചരിച്ചു. അപ്പം പ്രാക്ടിക്കൽ മിനിസ്ട്രി വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഭയങ്കര ഇമ്പാക്റ്റ് അവരുടെ ശുശ്രൂഷയിൽ ഉണ്ടായി. അങ്ങനെ ഹേരോദ രാജാവ് തന്നെ ഇതിനെക്കുറിച്ച് കേട്ടു എന്നതാണ് നമുക്ക് 7ാം വാക്യം വായിക്കുമ്പോൾ സംഭവിക്കുന്നതെല്ലാം ഇടപ്രഭുവായ ഹേരോദാവ് കേട്ടു. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. എന്നിട്ട് 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്യുകയാണ്. അത് 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000
പുരുഷന്മാർ 10,000-15,000 ആളുകളെ കർത്താവ് പോഷിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയില് ശിഷ്യന്മാര് ദൂരെ കൂട്ടി ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ ഒരു ശ്രമം നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് അവരുടെ ബലഹീന വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അവര് വ്യക്തിപരമായി കർത്താവ് അയച്ച അധികാരത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ചെയ്തവരാണ്. കർത്താവ് ചെയ്യുന്ന ഇഷ്ടം പോലെ അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ മാനുഷികമായിട്ട് അവർ കണക്കുകൂട്ടുകയാണ്. ഇത്രയും പേർക്ക് ആഹാരം പ്രൊവൈഡ് ചെയ്യാൻ സാധ്യമല്ല എന്ന നിലയിലുള്ള അവരുടെ പെരുമാറ്റം നമ്മൾ കണ്ടതാണ്. കർത്താവ് തന്നെ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക എന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അവസാനം അവിടെ നമ്മൾ കാണുന്നത് ഈ ബലഹീനരായ ശിഷ്യന്മാരെ വളരെ സ്നേഹത്തിൽ കർത്താവ് തിരുത്തി. കർത്താവ് അവരുടെ മുൻപിൽ അത്ഭുതം ചെയ്യുകയാണ്. എന്നിട്ട് 12 കൊട്ട ശേഷിപ്പുകള് അവരെ കൊണ്ട് എടുപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് വേണമെങ്കിലും ആ അത്ഭുതം ചെയ്യാമായിരുന്നു, പക്ഷെ അവരുടെ ലാക്ക് ഓഫ് ഫെയ്ത്ത് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അവര് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അതിനകത്തുനിന്ന് അവര് ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്, അവരെ പിന്നീട് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവിടെ ആണ് പീറ്റർ കർത്താവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഒരു വെളിപ്പാട് പറയുന്നു. പ്രത്യേകിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ ഒരു ഫുള്ളർ വേർഷൻ നമ്മൾ ചിന്തിച്ചിരുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഈ വെളിപ്പാട് കർത്താവ് ശ്ലാഘിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് അവിടുന്ന് യെരുശലേമിൽ ചെന്ന് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ 16:22 പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അത് കരുതേ, അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവിടെയും നമ്മൾ കാണുന്നത് യേശു പറഞ്ഞ ആ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശുമരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവര് ചിന്തിച്ചതുപോലെ അല്ല കർത്താവ് പറയുന്നത്. യേശുവിന്റെ ഐഡന്റിറ്റിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്, ദാറ്റ് ഹി ഈസ് ദ മസ്സായ. എന്നാൽ മസ്സായയുടെ മിനിസ്ട്രിയെക്കുറിച്ച് അവർക്ക് വേണ്ട അറിവില്ലാത്തത് കൊണ്ട് അവിടെയും പതറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ കർത്താവ് അത് ശക്തമായ നിലയിൽ ശാസിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തുവാനിടയായി തീർന്നത്. ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാണ്. രഹസ്യത്തിലാണ് പീറ്റർ കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. പക്ഷെ കർത്താവ് പരസ്യമായിട്ട് തന്നെ പീറ്ററിനെ ശാസിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ പീറ്റർ ഒരു വാക്കും തിരിച്ചു പറയുന്നില്ല, ഒഫൻഡഡ് ആയിട്ട് പോകുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം ശിഷ്യൻ എന്ന നിലയിൽ, അനുഗമിക്കുന്ന ആളെന്ന നിലയിൽ കർത്താവ് ശക്തമായ നിലയിൽ തിരുത്തി. ആ തിരുത്തുമ്പോൾ അത് പീറ്റർ ഉൾക്കൊള്ളുന്നതായിട്ടാണ് നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം, കർത്താവ് അനുവദിക്കുന്ന പക്ഷം. ആ 9-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള ചിന്തകളൂടെ നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം. അപ്പം ഉടനീളം നമ്മൾ കാണുന്നത് ഇതാണ്, നമുക്ക് ഇവരുമായിട്ട് വളരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇപ്പൊ പീറ്റർ, ആൻഡ്രൂ, മാത്യു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് കാണുന്നത്. ആക്ച്വലി ദേ വർ വെരി ഓർഡിനറി പീപ്പിൾ. ആൻഡ് ജീസസ് അവരെ സെലക്ട് ചെയ്ത്
അവിടുന്ന് അധികാരവും ശക്തിയും കൊടുത്ത് എക്സ്ട്രാ ഓർഡിനറി വർക്കിന് വേണ്ടി ഒരുക്കുകയാണ്. ഇതാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ വാസ്തവത്തിൽ കർത്താവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിൽ നമ്മുടെ ബലഹീനതകൾ നമുക്ക് തന്നെ ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകളെ കർത്താവ് എടുത്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു രംഗമാണ്. ബാക്കി 9-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങളാണ്. 28 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ മറുരൂപമലയിലെ അനുഭവമാണ്. ഇപ്പൊ 28-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ വാസ്തവത്തിൽ കർത്താവ് ഈ മലയുടെ മുകളിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കൂബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി എന്നതാണ്. അപ്പൊ ഈ 3 പേരെ, പീറ്റർ, ജെയിംസ്, ജോണിനെയാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാമല്ലോ, ഒരു കോർ ഗ്രൂപ്പ്. അപ്പൊ ഇത് സംബന്ധിച്ച് ഞാൻ പിന്നെ ഒരു പരാമർശം നടത്തിക്കൊള്ളാം. എന്നാൽ ഇതിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് ഇരിക്കട്ടെ. 8-ാം അധ്യായത്തിന്റെ 51 മുതലുള്ള വാക്യങ്ങളിൽ യായിരോസിന്റെ മരിച്ചുപോയ മകളെ കർത്താവ് ഉയർപ്പിക്കുന്ന സന്ദർഭത്തിലും ഇവരാണ് കൂടെയുള്ളത്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 26:36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഗെത്സമന തോട്ടത്തിലും ഈ സംഘത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് ലൂക്കോസ് 9:29 വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. വാസ്തവത്തിൽ കർത്താവിന്റെ ആ മഹത്വം, ആ ഗ്ലോറി, ഞാൻ ഇങ്ങനെ പറയാം, യേശുവിന്റെ ആന്തരികമായ മഹത്വം, ഇറ്റ് വാസ് വീൽഡ് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി. അത് ബർസ്റ്റിംഗ് ഫോർത്ത് ഒരു അപാര കാഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത്. മർക്കോസിലാണ് ഒത്തിരി വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. മാത്യുവിലും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടെ അത് ചേർത്ത് വെച്ച് പഠിക്കുവാനായിട്ട് ഞാൻ വിശേഷാൽ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചകൾ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ വേർഡ് ടു വേർഡ് കമന്ററി അല്ല നമ്മൾ പോകുന്നത്. ഇവരുടെ പ്രതികരണങ്ങളും ഇവർക്ക് ഹൗ ദേ ഫെൽ ഷോർട്ട് ഓഫ് ദ ലോർഡ്സ് എക്സ്പെക്ടേഷൻ, എന്നിട്ട് കർത്താവ് അവരെ ബലപ്പെടുത്തുന്ന ആ ഒരു കാര്യമാണ് നിങ്ങളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ മറുരൂപമലയുടെ ഒക്കെ കാര്യം നമുക്ക് 1-2 സെഷൻസ് എടുക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ ആ മെയിൻ കാര്യത്തിൽ നമ്മൾ നിൽക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഈ മഹത്വം, യേശുവിന്റെ ആന്തരിക മഹത്വം, ഇന്നലത്തെ നിത്യത മുതൽ ഉണ്ടായിരുന്ന ആ മഹത്വമാണ് ഇവിടെ ഒരു കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്. എന്നിട്ട് 30-31 വാക്യങ്ങളില് 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പൊ കർത്താവിന്റെ നിര്യാണവും ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഒന്നുമല്ല കേട്ടോ. ഇതെല്ലാം വെൽ പ്ലാൻഡ് ബൈ ദ ഫാദർ എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുവാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. കർത്താവ് അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യായിരുന്നു? They were fast asleep. ഈ മലയുടെ മുകളിൽ കൊണ്ട് ഇത് തന്നെ ഗെത്സമന തോട്ടത്തിലും കാണാൻ കഴിയും അല്ലേ? ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടി നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അപ്പൊ ആ 32-ാം വാക്യത്തിൽ നിന്നാണ് അവരങ്ങനെ ഡീപ്പായിട്ട് വിഷമിച്ച് ഉള്ള ഒരു രംഗമാണ്. കാരണം കർത്താവ് ഇങ്ങനെ അതിന് മുമ്പുള്ള പാസേജിൽ നമ്മൾ കണ്ടതാണ്. അവിടുന്ന് യെരുശലേമിൽ പോയി കഷ്ടാനുഭവിക്കണം, ക്രൂശിക്കപ്പെടണം എന്നൊക്കെ പറയുന്നത് താങ്ങാൻ കഴിയില്ലാതെ വെരി സാഡൻഡ് അങ്ങനെയാണ് ഉറങ്ങുന്നതായിട്ട് കാണുന്നത്.
അപ്പൊ ഈ ഉറക്കം സൂചിപ്പിക്കുന്നത് കാര്യങ്ങളുടെ ഗൗരവം ഗ്രഹിപ്പാൻ കഴിയില്ലാതെ വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണ അളവില്ലാത്ത ശിഷ്യന്മാരെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ അവര് താല്പര്യമില്ലാത്തവരായിട്ടോ നിസ്സംഗ മനോഭാവത്തോടെ ഉള്ളവരായിട്ടോ ഉദാസീനരായിട്ടോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും വിഷമം നിമിത്തമൊക്കെ അങ്ങ് ഉറങ്ങിപ്പോവുക. ദേ ആർ ടു ടയർഡ്. അങ്ങനെയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കർത്താവ് ഈ മലയുടെ മുകളിൽ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് ഉറങ്ങാനല്ലല്ലോ. കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ മഹത്വം അവർ ദർശിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവര് എഴുന്നേൽക്കുന്നു. അങ്ങനെ എഴുന്നേൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഈ മഹത്വം കാണുന്നത്, കർത്താവിന്റെ ഗ്ലോറി അവർ കാണുന്നത്. മോസസും എലൈജയും കർത്താവിനോട് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. അപ്പൊ ഇതിനെ ചൊല്ലി 33-ാം വാക്യവും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ സബ്ജക്റ്റുമായി. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. മീനിങ്ലെസ് ടോക്ക്. 32-ാം വാക്യത്തിൽ ഉറങ്ങുന്നതായിട്ട് കാണുന്നു. പിന്നെ ആ ഗ്ലോറിയുടെ ആ ഫുൾനെസ് വരുമ്പോഴേ ഈസ് awake and he saw it. പിന്നെ കർത്താവ് അവർക്ക് കർക്കശമായ ഒരു നിർദ്ദേശം കൊടുത്തു, ഇതിപ്പോൾ ആരോടും പറയരുതെന്ന്. എന്നിട്ട് നമ്മൾ 33-ൽ കാണുന്നത് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞത്? നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ക്രൂശും കാര്യമൊന്നും വേണ്ട, ഇതാണ് നല്ലത്. ഗ്ലോറി. പക്ഷേ ഗ്ലോറി വിത്തൗട്ട് ക്രോസ് അല്ല, ക്രൂശാണ് ആദ്യം, then the glory. അപ്പൊ പീറ്റർ, ബാക്കി ഇവര് 3 പേര് വിഷമിച്ച് ഇരിക്കുന്ന വിഷയം ഇതാ. ജീസസ് talked about the cross. No, this is good. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറഞ്ഞത്, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. പത്രോസേ, എന്താ ഈ പറയുന്നത്? ഈസ് ജീസസ് ഈക്വൽ ടു മോസസ് ആൻഡ് എലൈജ? നോട്ട് അറ്റ് ഓൾ. അങ്ങനെയൊക്കെ ഉള്ള ടോക്ക് അത് ഈ പറഞ്ഞ പോലെ അറിയാതെ അങ്ങ് വന്നതാ. അതിന് ദൈവം തമ്പുരാൻ ഇടപെടുകയാണ്, അല്ലേ? അതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ആക്ച്വലി ഗോഡ് ഇന്ററപ്റ്റഡ് പീറ്റർ. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. അപ്പം പിതാവാം ദൈവം അദ്ദേഹത്തെ തിരുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ആ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ജീസസ് ഇസ് ട്രെയിനിങ് ദ ഡിസൈപ്പിൾസ്. നമ്മൾ ഇവിടെ കാണുന്നത് വളരെ ബലഹീനരായിട്ടാണ്. ഉറങ്ങുന്നു, പിന്നെ ചാടി എഴുന്നേൽക്കുമ്പോൾ പറയുന്നതൊക്കെ വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ വാക്കോ വെളിപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. എന്നാലും കർത്താവ് അവരെ അവിടെ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ പിന്നെയും അവരെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ 37 മുതൽ 43 വരെയുള്ള വാക്യം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ.
9-ാം അധ്യായത്തിന്റെ 1-2 വാക്യം അധികാരവും ശക്തിയും അവർക്ക് ഉണ്ട്. എന്തിനു വേണ്ടിയാണ് അധികാരവും ശക്തിയും? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ വളരെ ക്ലിയർ ആയിട്ട്. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. പക്ഷെ 9-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യത്തിൽ ശക്തിയുള്ള ഒരു ഭൂതം ഒരു യൗവനക്കാരിൽ വെളിപ്പെട്ടു. അതിനെ ശാസിച്ച് പുറത്താക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹെൽപ്ലെസ് ആണ് അവര്. 37-ാം വാക്യവും മർക്കോസ് 9:14 നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ കർത്താവിന്റെ കൂടെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബാക്കി 9 ഡിസൈപ്പിൾസ് താഴ്വരയിലുണ്ട്. അവരുടെ അടുത്താണ് ക്രൗഡ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരപ്പന്റെ ഏക മകനെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ബലം അവിടെ നമ്മൾ കാണുന്നില്ല. എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ഫെയിലിയർ വരാൻ കാരണം? കാരണം 6-ാം വാക്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മിഷൻ ടൂർ ഒക്കെ കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ അവര് എത്രയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അവർ ഫെയിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല 6-ാം വാക്യം കഴിഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ ജീസസ് ഈസ് ദ ക്രൈസ്റ്റ് എന്നുള്ളത് അവർ കൺഫസ് ചെയ്തു. അതുപോലെ 32-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, ജീസസിന്റെ ഗ്ലോറി കണ്ടു. ഓഫ് കോഴ്സ് ഗ്ലോറി കണ്ടത് മറ്റേ 3 ശിഷ്യന്മാരാണ്. എന്നാൽ കൺഫെഷന്റെ സമയത്ത് ഇവരെല്ലാവർക്കും വേണ്ടിയാണ് പീറ്റർ കൺഫസ് ചെയ്തത്. അപ്പൊ ഇത്രയധികം ആത്മീക അനുഭവങ്ങൾ ഉള്ളവർ, എന്നിട്ട് അവർ തന്നെ പ്രാക്ടിക്കൽ മിനിസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിരുന്നു. ദേശത്തിലെ രാഷ്ട്രീയ ശക്തികൾ പോലും നോട്ട് ചെയ്യത്തക്കവണ്ണമുള്ള ഒരു മിനിസ്ട്രിയാണ് വെളിപ്പെട്ടത്. എന്നിട്ട് ഇവിടെ അവര് സക്സസ്ഫുൾ ആകുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് സുവിശേഷങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. മത്തായിയുടെ സുവിശേഷം 17-19 വാക്യത്തില് നമുക്കറിയാം കർത്താവ് പിന്നെ ചെന്ന് ഈ ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്. അവര് ഫെയിൽ ആയെന്നാലും കർത്താവ് അതിനെ പുറത്താക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് ശിഷ്യന്മാർ ചെന്ന് കർത്താവിനോട് ചോദിക്കുന്നു, വൈ കുഡ് വി നോട്ട് ഡ്രൈവ് ഇറ്റ് ഔട്ട്? അപ്പൊ അതിന് കർത്താവ് മറുപടി മത്തായി 17:20 ഉണ്ട്. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അപ്പോഴേ ദിസ് ഇസ് വാട്ട് ഐ വാസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. അവർ സിലക്റ്റഡ് ആണ്, അവർക്ക് അധികാരവും ശക്തിയും ലഭിച്ചിട്ടുണ്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തവരാണ്. പക്ഷേ ഈ ഗ്രാഫ് എപ്പോഴും മേളിലോട്ടല്ലായിരുന്നു. പാർട്ട് ഓഫ് ദ ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല 17-21 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. മാത്യു 17:21. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. അപ്പൊ അത് അവരുടെ ആ വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് പോസിബിൾ വിത്ത് യു. എന്നിട്ട് എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് മാർക്ക് 9:28-29 വചനങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ പ്രേയർ എന്നത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോഴേ ഈ പലയിടത്തും പോയി ഭൂതത്തെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം പ്രസംഗിച്ചു, ഇതൊക്കെ ശരിയാണ്, അയച്ചു, അതൊക്കെ നല്ല ചൂടായിട്ട് ചെയ്തു. കർത്താവും 3 ശിഷ്യന്മാരും കൂടെ മറുരൂപമലയിൽ പോയ സമയത്ത്
ഒരു പക്ഷെങ്കിൽ പഴയ പ്രെയർ ഒന്നുമില്ല, പവർ സോഴ്സുമായിട്ട് കണക്റ്റഡ് അല്ല. ഓ വി ക്യാൻ ഡു ഓൾ ദാറ്റ്, എന്ത് വിഷയം കൈകാര്യം ചെയ്യാമെന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ടാകാം ഉപവാസം, പ്രാർത്ഥന, വിശ്വാസം ഇതെല്ലാം കണക്റ്റഡാണ്. ഇവിടെ ഇന്നത്തെ ദൈവസഭയിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമുക്കൊക്കെ പറയാനുള്ളത് നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങിയപ്പോൾ കൃപാവരങ്ങളുടെ ജ്വലനമുണ്ടായിരുന്നു, ആൻഡ് മിറക്കിൾസ് ആൻഡ് ഹീലിംഗ്സ് ആൻഡ് ഓൾ ഹാപ്പൻ. ഓ, ഇപ്പൊ എന്താ ഒക്കാത്തെ? പവർ സോഴ്സുമായിട്ട് കണക്റ്റഡ് അല്ല. വി ആർ ടു ബിസി. പ്രാർത്ഥനയിലും ഉപവാസത്തിലും കണക്റ്റഡ് അല്ല. അതൊരു കാരണമാണ് ഇന്ന് പണ്ട് നടന്നതുപോലെ പല കാര്യങ്ങൾ നടക്കാത്തത്. ആരെയും വഴി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കാണുന്നത്, they lacked power. പക്ഷെ അവരുടെ പവർ പോയിട്ടില്ല, അധികാരം പോയിട്ടില്ല, എക്സ്പീരിയൻസ് അവർക്കുണ്ട്. എന്നാലും പ്രാർത്ഥനയിൽ വന്ന കുറവ്, വിള്ളല് ഇതാകാനാണ് സാധ്യത. they lacked faith. കാരണം ഇത് വാസ്തവത്തിൽ ഒരു സാധാരണ ഒരു അശുദ്ധാത്മാവായിട്ടല്ല, മറ്റ് പലയിടത്തും കാണുന്നതിലും എക്സെപ്ഷണലി പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമണായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള അശുദ്ധാത്മാക്കളെയൊക്കെ നേരിടുമ്പോൾ വിശ്വാസവും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ഇരുന്ന് ആത്മബലം ഏറ്റെടുത്ത് ശുശ്രൂഷിക്കേണ്ടിയിരുന്നു. പക്ഷെ ഒരു ഗ്യാപ്പ് സമയത്ത് ഓവർ കോൺഫിഡന്റ് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന അനുഭവത്തിൽ നിന്നൊരല്പം മാറുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് 41 വാക്യത്തിൽ ഒരു ശാസനം. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയിൽ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും. ജനറലി ഓക്കെ, എന്നാൽ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഇത് ഈ ശിഷ്യന്മാരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് കർത്താവ് ശാസിക്കുന്നത്. എത്രത്തോളം ഞാൻ, നമ്മൾ എന്താ ഇതിന് പറയുന്നത്? മാതാപിതാക്കൾ ചിലപ്പോ പിള്ളേരോട് പറയുന്നതല്ലേ, എടാ മോനെ ഞാൻ ഇനി ഇതെന്താടാ ഇങ്ങനെ, എത്ര ഞാൻ പറഞ്ഞു തന്നു എന്നതുപോലെ കർത്താവ് പറയുന്ന ഒരനുഭവമായിട്ടാണ് നമ്മൾക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ കഴിയുന്നത്. ദ പോയിന്റ് ഈസ് ദാറ്റ് ദേ ഫെയിൽഡ്. കർത്താവ് അതിന് പരിഹാരം അവിടെ വരുത്തുന്നു, അവർക്ക് ബോധ്യമാക്കി കൊടുക്കുന്നു വാട്ട് ഈസ് റോങ്, ലാക്ക് ഓഫ് ഫെയ്ത്ത്. ഇത് എക്സെപ്ഷണലി പവർഫുൾ ഡീമോണാണ്. യു നീഡ് ടു പ്രേ, ഫാസ്റ്റ്. ലാഘവമായിട്ട് എടുക്കരുത്. അപ്പൊ അവരെ അവിടെയും തിരുത്തുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവരുടെ ശക്തിയും അധികാരവും കർത്താവ് കൊടുത്തതാ, അവർക്കുണ്ട്. പക്ഷെ എക്സർസൈസ് ചെയ്യാനുള്ള ഫെയ്ത്ത് ഇല്ല. പ്രാർത്ഥനയിൽ അവർ ദൈവവുമായിട്ട് അവർ കണക്റ്റഡായി ഇരിക്കേണ്ടിയിരുന്നു. അതൊന്നും സാധിക്കാതെ വന്ന ഒരു അനുഭവമാണ്. ആൻഡ് ദേ ഫെയിൽഡ് മിസറബിളി. ഇൻഫാക്ട് നമ്മൾ സുവിശേഷം എല്ലാം കൂടെ പഠിക്കുന്നുടനെ അവിടെ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അവര് ഇത് ഒരു പരിഹാസ വിഷയം പോലെ ആയി എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ ദൈവസഭ ഈ ഒരു മെസ്സേജ് ഉൾക്കൊള്ളുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണ്, ആത്മസ്നാനം ലഭിച്ചവരാണ്. എന്നാൽ വിഷയങ്ങളുടെ മേൽ നിരന്തരമായി പ്രാർത്ഥിക്കാനും എന്റെ ദൈവത്താൽ സകലതും സാധ്യമാണ് എന്നുള്ള വിശ്വാസം, ഗോഡ് ക്യാൻ, നമ്മളിൽ തന്നെയല്ല ഒന്നും.
9-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പലതും ചെയ്തത് അവർക്ക് ശക്തിയും അധികാരവും ഒക്കെ കൊടുത്തെങ്കിലും ജീസസിന്റെ മിനിസ്ട്രിയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ്. അപ്പൊ ദേ ടുക്ക് ഇറ്റ് പ്രോബബ്ലി ഫോർ ഗ്രാന്റഡ്. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെന്ന്. ആൻഡ് ദേ ഫെയിൽഡ്. എല്ലാം ദൈവത്തിന്റെ ശക്തിയാലാണ്. ഇന്ന് നാം അത് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, miracles have not stopped. ഇന്നും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഇഫ് യു ആർ വില്ലിംഗ് ടു ബിലീവ്, പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരിക്കണം. ഗെറ്റ് പ്ലഗ്ഡ് ഇൻടു ദ സോഴ്സ്, ആൻഡ് സോഴ്സ് ഈസ് ഗോഡ്. അധികാരവും ശക്തിയും നമുക്കേവർക്കും കർത്താവ് കൈമാറിയിരിക്കുകയാണ്. അത് എക്സർസൈസ് ചെയ്യാൻ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, രണ്ടാം തവണയും കർത്താവിന്റെ സഫറിങ്സിനെ കുറിച്ച് പറയുകയാണ് ഈ അധ്യായത്തിൽ തന്നെ. നേരത്തെ നമ്മൾ കണ്ടല്ലോ, എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. അത് നേരത്തെ നടക്കുന്ന കർത്താവ് ഈ മണ്ണെ കാസ്റ്റ് ഔട്ട് ചെയ്ത വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കൊള്ളുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല. അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാനും അവർ ശങ്കിച്ചു. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് വേറിട്ട് പത്രോസ് കൊണ്ടുപോയി കർത്താവിനെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇവിടെ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോഴും they don't seem to understand. ആവർത്തിച്ച് ദൂത് പറയുമ്പോഴും അവർക്ക് ഈ വിഷയം മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് കർത്താവ്, ഇത്രയും ശക്തനായ കർത്താവ്, ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന കർത്താവിനെ ഈ ഹ്യൂമിലിയേറ്റിംഗ് ഡെത്തും ഒക്കെ, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അവർക്കത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് their unbelief. ജീസസ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ പ്രൈഡ്, നിഗളം കാണാൻ കഴിയും. See, Jesus is training ordinary people. അവരിൽ വെച്ച് 6 വലിയവനെന്ന് ഒരു വാദം അവരുടെ ഇടയിൽ നടന്നു. നമ്മുടെ ഇടയിൽ സാധാരണ ഉണ്ടാകാറുണ്ട്, അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഒരു വാദം എന്നാ പറയുന്നത്, വാദം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ആർഗ്യുമെന്റ് ഉണ്ടായി. എന്നിട്ട് ലൂക്കോസ് മാത്രമാണ് 47-ാം വാക്യത്തിൽ യേശു അവരുടെ ഹൃദയ വിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി. ആ ഹൃദയ വിചാരങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ സഹോദരങ്ങൾക്കൊരു ചിന്ത വരാൻ കാര്യം? ഞാനൊരു 2-3 കാരണങ്ങൾ നിങ്ങളുടെ മുൻപില് ഒന്ന് വയ്ക്കാം. ഒന്ന്, നമ്മൾ ഈ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അപാര അത്ഭുതങ്ങളൊക്കെ നടന്നു. അവരുടെ മിനിസ്ട്രിയിൽ അവർ പ്രസംഗിച്ചു, അത്ഭുതങ്ങളൊക്കെ നടന്നു, നാടൊക്കെ ഇതറിഞ്ഞു, ഭയങ്കര മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടന്നു. അല്ല, എന്നാലും ആരുടെ ശുശ്രൂഷയില്ല? ഞാൻ കൈവച്ചപ്പോഴല്ലയോ? ഇതാകാം ഒരു റീസൺ. ബ്രദറെ, നിങ്ങൾ കൈവച്ചു, പക്ഷെ ഞങ്ങളൊക്കെ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചു.
രണ്ട്, പത്രോസ്, യോഹന്നാൻ, യാക്കോ, ഇതെന്തിനാ ഇപ്പൊ ഈ 3 പേരെയും കൊണ്ട് ഈ പോകുന്നേ? അപ്പൊ എന്ത് നമ്മളെ കൊണ്ടുപോകാത്തെ? ആകാം, നിഗമനമാകട്ടോ, അവിടെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല. ഇതൊക്കെ ഇല്ലയോ നമ്മുടെ ഇടയിലെ പ്രശ്നം. അല്ല, അവരെല്ലാം കൂടെ കൂടി ഒരു ആലോചന. ഏതായാലും ഉഗ്രവാദം. അപ്പോഴേ ഈ 3 പേര് പോയി, അവര് മടങ്ങി വന്നപ്പോഴാ ഈ 9 പേര് ഇവിടെ അൺസക്സസ്ഫുൾ ആയി ഒരു ശുശ്രൂഷ ശ്രമിക്കുന്നത്, ഒരു ഡീമനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ. ഓനെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നോക്കിക്കേ ഇങ്ങനെ നടന്നേനെ. ആ അല്ലേ? ഇതൊക്കെയല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഇടയിലെ പ്രശ്നം. അവരും ഇങ്ങനെ തന്നെയായിരുന്നു. ഉഗ്രവാദം ഉണ്ടായി. അപ്പൊ വാസ്തവത്തിൽ എന്താ ഇവിടെ നടക്കുന്നത്? ജീസസ് ഈ പ്രസംഗിച്ച് ഇവരെ കൊണ്ട നടന്ന് ഇവരെത്രയോ പ്രസംഗങ്ങൾ ദൈവരാജ്യത്തിന്റെ കേട്ടു. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് ഇവർക്ക് മനസ്സിലായില്ല. ദൈവരാജ്യത്തിൽ വലിയവൻ ആരാ? They didn't seem to understand. Just like us. അതിനാണ് 48 വാക്യത്തില് കർത്താവ് ഒരു ഡെമോൺസ്ട്രേഷൻ, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനും എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരിലും ചെറിയവനായവൻ അത്രേ വലിയവൻ ആകും എന്ന് അവരോട് പറഞ്ഞു. ചില ആളുകൾക്ക് ചിന്തയുണ്ട്, എന്റെ വാദമല്ല കേട്ടോ, പത്രോസിന്റെ മക്കളായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും കൊള്ളാം, കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കർത്താവ് പറഞ്ഞു. കിങ്ഡം വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഇടയിൽ സ്ഥിരം ആർഗ്യുമെന്റ്, ഹൂ ഇസ് ദ ഗ്രേറ്റസ്റ്റ് അമംഗ് us. കർത്താവ് പറയുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, ഐ ആം ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്, യെരൂശലേമിലേക്ക് പോകുക, ഐ വിൽ ബി ക്രൂസിഫൈഡ്. അവരുടെ വിഷയം, ഞങ്ങൾ വലിയവനാരാ. പ്രൈസ് ദി ലോർഡ്. They just don't seem to understand or grasp the kingdom values. 49-50 വാക്യങ്ങൾ. നാഥ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന്. അപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ സഭയിലല്ല, നമ്മുടെ സഭയിലല്ലാത്തവരെ നമുക്ക് ഉൾക്കൊള്ളാൻ, രക്ഷിക്കപ്പെടണോ ഞങ്ങളുടെ സഭയിൽ വരണം, വല്ലോ മനസ്സിലാക്കണേ ഞങ്ങളുടെ കൂടെ വരണം. അല്ല, അപ്പുറത്ത് നല്ലപോലെ വചന ശുശ്രൂഷയുണ്ട്, ഒന്നും പോരാ, ഒന്നും പോരാ. നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ളവരെ മാത്രമേ അംഗീകരിക്കൂ. നമ്മുടെ ശുശ്രൂഷയാണ് വലുത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദുരുപദേശകരെ അംഗീകരിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മുടെ വ്യക്തി മാത്രമുള്ളവരെ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. ആ ചിന്തയൊക്കെ അങ്ങ് മാറ്റിവെക്കണം. യോഹന്നാന്റെ പ്രശ്നം ഇതാണ്, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായികയാൽ അവനെ വിരോധിച്ചു. ഈസ് നോട്ട് പാർട്ട് ഓഫ് us. അപ്പൊ ഇവിടെ എന്താ കാണുന്നത്? മറ്റുള്ള വിശ്വാസികളെ, നമ്മുടെ ഗ്രൂപ്പിന് വെളിയിലുള്ളവരോട് സ്നേഹമില്ല. ഇപ്പൊ ആരും കൈവക്കരുത്, നമ്മുടെ കാര്യമൊക്കെയാ, നമ്മളെ പോലെ തന്നെയായിരുന്നു. ഇവരെയും കൊണ്ടാണ് കർത്താവ്
മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇവരെ ഒന്നും മാറ്റുന്നില്ല. കർത്താവ് ട്രെയിൻ ചെയ്ത് പിന്നത്തേതിൽ ലോകത്തെ കീഴ്മേൽ മറിച്ചവരാക്കുന്നു. എനിക്കറിയത്തില്ല, യോഹന്നാന് ഇതിങ്ങനെ പറയുമ്പോഴേ യോഹന്നാന്റെ മനസ്സിലെ എടാ ഇവരെല്ലാം കൂടി ഇങ്ങനെ ഈ ഡീമണിനെ ഒക്കെ കാസ്റ്റ് ഔട്ട് ചെയ്യും ഒക്കെ ചെയ്താലേ നമ്മളല്ലേ ശക്തന്മാരെ, നമ്മുടെ വില കുറഞ്ഞു പോകുമോ എന്നതാണോ ചിന്ത? ആയിരിക്കാം. അല്ല, ഈ അമിത തീഷ്ണത കാണിച്ച് കർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതാണോ? കർത്താവെ നമ്മുടെ ഗ്രൂപ്പ്. പക്ഷെ ജീസസ് അത്ര ഇംപ്രസ്ഡ് ആയില്ല കേട്ടോ. സ്തോത്രം. യേശു അവനോട് വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആ റിപ്ലൈ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ എക്സ്ക്ലൂസീവ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നിങ്ങളെ കാണരുത്, മറ്റുള്ളവരും ഉണ്ട്. എന്റെ പ്രിയരെ, ഇത് കേൾക്കുമ്പോ നമുക്കിങ്ങനെ ഒരു വിശാല മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കേരള സംസ്കാരത്തിൽ ഇത് ധാരാളം നമുക്ക് ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ളവരാണ്. ആശ്വാസം നമുക്ക് ഇതാണ്, ഈ ആദ്യത്തെ ശിഷ്യന്മാരും ഇതുപോലെ തന്നെ ആയിരുന്നു. വാസ്തവത്തിൽ അവര് ദൈവശക്തിയുടെ വ്യാപാരം ഈ ഗ്രൂപ്പിൽ കണ്ട് ഇവർ സന്തോഷിക്കേണ്ടതിന് പകരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇതാണ് നമ്മളിവിടെ നിന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുമ്പോഴേ നമ്മുടെ കൂട്ട് ബലഹീനരായ ആളുകളാണ്. ഹൗ ജീസസ് കറക്റ്റഡ് ദം സോഫ്റ്റ് ഇൻ ലവ്, ഇൻ കമ്പാഷൻ. ഇവരെയാണ് മോൾഡ് ചെയ്ത് വാർത്തെടുത്ത് ട്രെയിൻ ചെയ്ത് പെന്തക്കോസ്ത് ദിവസം ആത്മാവിവരുടെ മേൽ വന്ന് അതിശക്തരായി ഇവരെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണും. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുടനെ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നുടനെ നമുക്ക് കർത്തൃകരങ്ങളിൽ നമ്മളെ ഒന്ന് താഴ്ത്തുകയും ഇങ്ങനെയുള്ള പോരായ്മകളൊക്കെ നമുക്ക് മുന്ന് മാറ്റാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഒന്ന് വിനയത്തോടെ ഏൽപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല, നമ്മുടെ അകത്തെല്ലാം ഉള്ള കാര്യമാണിത്. സ്തോത്രം. ഇനി 51 വാക്യം മുതൽ 56 വാക്യം വരെ ഇവർക്ക് മറ്റ് ഒരു കൂട്ടരോടും പ്രശ്നമാണ്. സമാരിറ്റൻ ഓപ്പോസിഷൻ. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സ് ഉറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അപ്പം യെരുശലേമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കർത്താവിന് ക്ലിയർ കട്ടായിട്ടുള്ള അറിവ് ഉണ്ട്. പക്ഷെ മനസ്സുറപ്പിക്കുകയാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രൻ മനസ്സ് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് മെസ്സഞ്ചേഴ്സിനെ അയക്കുന്നു. നേരത്തെ തന്നെ അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. 53 വാക്യം. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ആവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. നാച്ചുറലി സമാരിറ്റൻസ് ആർ ഇൻ ഓപ്പോസിഷൻ. അവർ കൈക്കൊണ്ടില്ല, ഉടനെ വിധം വിട്ടു. ഇവർ ഔട്ട്സൈഡേഴ്സാണ്. അതവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ. ഇതന്നെ ഏലിയാവിനെ ഇപ്പൊ ഓർക്കുന്നത്. അറുപ മലയിൽ നമ്മൾ കണ്ടതല്ലേ, അല്ലേ?
ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. വേറെ ചർച്ചക്കാരെന്ന് ഞാൻ നമ്മുടെ ഭാഷ ഉപയോഗിക്കുകയാണ്. വേറെ ചർച്ചക്കാരെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ നമുക്ക് പ്രശ്നമാണ്. ഇത് അവിശ്വാസി സമൂഹം പ്രാർത്ഥിച്ച് ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ച് ഞാൻ ഒതുക്കും. ഇതൊക്കെ എന്തുവാ നമ്മൾ ഈ കാണിക്കുന്നത് അല്ലേ? അഭിഷക്തന്മാർക്കെതിരെ എനിക്കെതിരെ നീ വാട്സപ്പിൽ ഇട്ടോ, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച് അല്ലേ ആ വാശിയും. അപ്പൊ കർത്താവിന്റെ മറുപടി എന്താ? അവൻ തിരിഞ്ഞവരെ ശാസിച്ചെന്ന്. നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. ജീസസിന്റെ ഹ്യൂമിലിറ്റിയും ശിഷ്യന്മാരുടെ പ്രൈഡും തമ്മിലുള്ള ഭയങ്കര കോൺട്രാസ്റ്റാണ്. ദൈവരാജ്യം പ്രസംഗിക്കാൻ വിട്ടവർക്ക് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് പലതും മനസ്സിലാകാതെയാണ് അവര് ആയിരിക്കുന്നത് എന്നതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ വേഗത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത് എന്ന് എനിക്കറിയാം. ഇനിയും 57 വാക്യം മുതൽ 62 വാക്യം വരെ അത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ശിഷ്യത്വ പാഠത്തിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിലും 3 പേര് കർത്താവിനെ അടുത്ത് ശിഷ്യരാകുവാൻ വേണ്ടി ആഗ്രഹിച്ചു വരിക. ഒരാളെ കർത്താവ് നേരിട്ട് വിളിക്കുകയാണ്. പക്ഷെ കർത്താവുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞിട്ട് ഇവരെ 3 പേരെ നമ്മൾ കാണുന്നില്ല. എന്താണ്? They understood the cost of discipleship. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആത്മരക്ഷ സൗജന്യമാണ് നമുക്ക്. ഇറ്റ് കോസ്റ്റ് ഗോഡ് ഹിസ് സൺ. നമുക്ക് വിശ്വാസത്താലാണ് നീതീകരണം. പക്ഷെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ ശരിക്കും മനസ്സിലാകണം, there is a cost that we have to give. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന കോസ്റ്റ്ലി ആണ്. ഇറ്റ് വിൽ കോസ്റ്റ് യു എവ്രിതിങ്. ആത്മരക്ഷ സൗജന്യമാണ്. രക്ഷിക്കപ്പെട്ടവന് ഇറ്റ് വിൽ കോസ്റ്റ് ഹിം എവ്രിതിങ്. പലപ്പോഴും പ്രഭാഷണങ്ങളിൽ കൊടുക്കേണ്ട വിലയെക്കുറിച്ച് മറച്ചു വെച്ചാണ് പ്രഭാഷകർ സംസാരിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രഭാഷണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം. അതുകൊണ്ട് ആളുകൾക്കറിയത്തില്ല എന്ത് വിലയാണ് കൊടുക്കേണ്ടതെന്ന്. എല്ലാം കൊടുത്തേ വെക്കും. ഞാനിത് വായിച്ച് വിടാം. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ചിന്തിക്കണം. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം. ഇത്രയും വലിയ സമർപ്പണം എന്താണ്? ഇതുപോലെ വലിയ സമർപ്പണം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് വളരെ ശാന്തമായിട്ട് ഇവനോട് പറയുന്നത് ശ്രദ്ധിക്കുക. 58 വാക്യം. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ഇത് ഇവൻ പറഞ്ഞതുമായിട്ട് എന്താണ് ബന്ധം? ഇതിന് അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം. അപ്പൊ കർത്താവിന്റെ മറുപടി പറയുന്നത്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഇവൻ ചോദിച്ചതുമായിട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് തോന്നിയാലും ബന്ധമുണ്ട്. മറുപടി എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവൻ ഈ അടുത്തുകൂടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. എന്തോ താമസ സ്ഥലമോ വീടോ ഉദ്ദേശിച്ച് വരിക. കർത്താവ് പറഞ്ഞ മനുഷ്യപുത്രന് തലയായിപ്പാൻ ഇടമില്ല. അത് വല്ലതും ആ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ പുള്ളിയെ കണ്ടിട്ടില്ല. മത്തായിയുടെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ ഒരു ശാസ്ത്രിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് ഇപ്പൊ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അത് പിന്നീട് നമുക്ക് ചിന്തിക്കണം. ഇന്ന് നമ്മൾ കൊടുക്കുന്ന സുവിശേഷം എന്താ? വരുവീൻ വരുവീൻ, വീട് കിട്ടും വീട് കിട്ടും, ഓടി വരുവീൻ. ഒരു സ്റ്റോറിയേ ഉള്ളെങ്കിൽ 2-3 നില കിട്ടുമെന്നും പറഞ്ഞ കർത്താവിന്റെ അടുക്കലോട്ട് ചെന്നാൽ കർത്താവിന് പറയാനുള്ളത് ഇതാ. പ്രൈസ് ദി ലോർഡ്. there is a cost involved. അങ്ങ് എവിടെ പോയാലും ഞാൻ ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ ഇത് വല്ല ഉദ്ദേശിച്ചാണെങ്കിൽ, ഫോർ എ കംഫർട്ടബിൾ ലൈഫ് ആണെങ്കിൽ, ഞാൻ മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. 59-ാം വാക്യം. വേറൊരുത്തനോട്, ഇത് കർത്താവ് അങ്ങോട്ട് വിളിക്കുക. ആദ്യത്തെ പുള്ളി ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് സമർപ്പണം. ഇത് കർത്താവ് വിളിക്കുക വേറൊരുത്തനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ആദ്യം ഫ്യൂണറൽ നടത്തണം. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ മറുപടി, അവനവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ വായിക്കുമ്പോൾ ആദ്യം നമുക്കൊരു ഷോക്കുണ്ട്. അയ്യോ, ഇപ്പൊ ഫ്യൂണറൽ പോലും നടത്താൻ ഒക്കത്തില്ലേ? ഞാൻ മനസ്സിലാക്കുന്ന പറയാം. ഇവന്റെ അപ്പൻ ഈ സമയത്ത് മരിച്ചിട്ടില്ല. മരിച്ചതായിരുന്നെങ്കിൽ കർത്താവ് ഇവിടെ ആളുകളുമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് അവൻ വരത്തില്ല. മരിച്ചിട്ടില്ല. അപ്പൊ പുള്ളിയുടെ കണക്കുകൂട്ടൽ എന്നാ ഇപ്പൊ പപ്പ മരിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ അപ്പച്ചനെ മരിക്കുമല്ലോ. അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാന് അങ്ങ് കേറി പറയുക കേട്ടോ, ഒരു വ്യാഖ്യാനമായിട്ട് പറയുക. നമുക്ക് കിട്ടേണ്ടതൊക്കെ നമുക്ക് എഴുതി വാങ്ങുകയും വേണമല്ലോ. അല്ല, നമ്മളിപ്പോ ചുമ്മാ അങ്ങ് കർത്താവിന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാവിയില്ലേ. പപ്പ മരിക്കും എന്നാന്ന് നമുക്കറിയത്തില്ല. അപ്പൊ മരിച്ചു കഴിഞ്ഞ് ആ കിട്ടേണ്ടത്, ആ മരിക്കുന്നതിന് മുമ്പ് എന്താ, ഈ തമ്പ് വെച്ചാണേലും ഇതെല്ലാം കൂടെ ഒപ്പ് അല്ലെ തമ്പറിന്റെ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട്, എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് അടക്കമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങാം. കർത്താവിന് മരിച്ചവർ തങ്ങളുടെ മരിച്ചവർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ, ദേ ആർ ഓൾറെഡി ഡെഡ് സ്പിരിച്വലി. അവരുടെ പ്രയോറിറ്റിയാ ഇതൊക്കെ. ലെറ്റ് ദം ഗോ ആൻഡ് ഡു ദാറ്റ്. നിനക്ക് കോൾ വന്നിരിക്കുകയാണ്. കണ്ടോ അവനോട് പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. വലിയ വിളി. ഇതൊക്കെ നമ്മുടെ കാര്യമാകട്ടോ. ഇപ്പോഴെന്നെ കേൾക്കുന്ന എത്രയോ പേർക്ക് ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകാൻ വിളിയുള്ളവരുണ്ട്. പോവുമോ? ഇല്ല. എല്ലാം 5 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വെച്ചാൽ 5 സുഹൃത്തെ 50 വർഷമായ പോകത്തില്ല. നമ്മുടെ ഈ എന്നാ നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നത്? അല്ല, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട്. പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടാവും, പിന്നെ അവരെ നോക്കണ്ടേ? അതൂടൊന്ന് കഴിഞ്ഞിട്ട് ഇല്ല, അപ്പോഴത്തേക്ക് അവര് വലുതാകും, അവരുടെ കല്യാണമുണ്ട്. മനസ്സിലായോ? സ്തോത്രം. അതിന് ഈ നെഞ്ചിന് വേദന വല്ലപ്പോഴും വരുമ്പോ ബീഹാറിലോട്ടോ ഛത്തീസ്ഗഡിലോട്ടോ ഒന്ന് പോയി 2 ആഴ്ച നിന്നേച്ച് പോരും. കാരണം എന്താ, ആ വിളിയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ 1 ആഴ്ച പോയി അവിടെ ഒന്ന് നിന്നേച്ച് പോരും. കൊള്ളാം. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, എല്ലാരും ചെയ്യുവീൻ. എന്നാൽ മുഴുസമയം കർത്താവ് വിളിച്ചവർ ത്യാഗപൂർണമായിട്ട് അതിന് വിശ്വാസത്തിന്റെ കാൽച്ചുവട് വെക്കണം. പ്രൊവൈഡ് ചെയ്യുന്നത് ദൈവമാണ്.
പ്രൊട്ടക്ട് ചെയ്യുന്നത് ദൈവമാണ്. ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ഇദ്ദേഹത്തിന് പപ്പായെ അടക്കിയിട്ട് വേണം ശുശ്രൂഷയ്ക്ക് പോകാൻ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ആള് 61 വാക്യം. മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. ഓ, സമർപ്പണം സമർപ്പണം. പക്ഷെ പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട്. ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. വീട്ടുകാരോടാണ് സ്നേഹം, ആദ്യം അത്, പിന്നീട് ശുശ്രൂഷയ്ക്ക് പോകാം. കർത്താവ് പറയുന്ന 62 മറുപടി ഒന്ന് നോക്കി. 62 വാക്യത്തിൽ യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അമേരിക്കയിലുള്ളവർക്ക് കലപ്പയും കണ്ടം കൃഷിയും ഒക്കെ എന്തുവാന്ന് അറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെ, ഇവിടുന്ന് പോയവരില്ല മിക്കവരും. നിങ്ങള് കലപ്പ കൊണ്ട് ഉഴുന്ന സമയത്ത് ഒരുത്തൻ ഇങ്ങനെ മുന്നോട്ട് ഉഴുമ്പോ പുറമോട്ട് നോക്കി മുന്നോട്ട് ഉഴാൻ ഒക്കുമോ? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറമോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന്. അപ്പൊ ഇദ്ദേഹത്തിന് സമർപ്പണമുണ്ട്, ശിഷ്യനായി കർത്താവിന്റെ കൂടെ നടക്കണം. പക്ഷേ ആദ്യം ചെന്ന് എല്ലാവരെയും, വീട്ടിലുള്ളവരോടെല്ലാം യാത്ര പറയണം. അത്രേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ചെറിയ ഒരു സൂചന, എന്തിനാ എല്ലാരെയും വീട്ടിൽ ചെന്ന് കാണും? അത് നിൽക്കുന്ന നിപ്പി നമുക്ക് പോകാൻ ഒക്കും? എല്ലാരോടും ചെന്ന് പറയണം, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എല്ലാം ത്യജിച്ചു പോവുകയാണ്. ആർക്കറിയാം, ഒരു കളക്ഷനോ വല്ലോ അവരെടുക്കുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് കൊണ്ടുപോകണം. കാരണം ഈ കൂടുള്ളവരെയൊക്കെ നോക്കിയിട്ട് ഒന്നും കയ്യിലുള്ളതുപോലെ തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ അനുഭവ സാക്ഷിയൊക്കെ പറഞ്ഞ് വീട്ടുകാരെയൊക്കെ കൊണ്ട് തന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലെ, നല്ല ഒരു ഒക്കേഷനാണ്. പ്രിയരെ, ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുകയാണ്, ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് ഇംപ്ലിസിറ്റ് ആണല്ലോ മറ്റേത്, അല്ലേ? അങ്ങനെയാണല്ലോ പ്രയർ റിക്വസ്റ്റ്. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെല്ലാവരും, ഞാൻ ഇവിടെ ഒരു ഹോള് പണിയുന്നു, മറ്റേ എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാവരുടെയും കാര്യമല്ലേ? ഞാൻ ആരെയും വിമർശിക്കാന്നും നിങ്ങൾക്ക് തോന്നരുതേ. നീ കണ്ടും കേട്ടും ഒക്കെ വരുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറയാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നല്ല. യു ട്രസ്റ്റ് ജീസസ്. ശിഷ്യത്വ പാഠമാ. ആൻഡ് അറ്റ് അനദർ ടൈം നമ്മൾ ഇതിന്റെ 2ാം ഭാഗം, ശിഷ്യത്വ പാഠമെന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ certainly ഇതൊക്കെ നമ്മൾക്ക് ഇൻ ഡീറ്റെയിൽ പഠിക്കണം. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ശിഷ്യരെന്ന നിലയിൽ കർത്താവിനെ അനുഗമിക്കുമ്പോൾ we will be trained by the Lord. പാർട്ട് ഓഫ് ട്രെയിനിങ് ആണ് ഈ കാര്യങ്ങൾ പഠിക്കുന്നതും. ഇങ്ങനെയൊക്കെയുള്ള ബലഹീനതകളാണ് നമ്മൾക്കേവർക്കും. They were very ordinary people. നമ്മളെ പോലെ തന്നെ. We can identify with them. അവരെ കർത്താവ് കറക്റ്റ് ചെയ്തു, അവരെ കൂടെ കൊണ്ടു നടന്നു. പിന്നത്തേതിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ആത്മാവിനെ അവരുടെ മേൽ പകർന്നു. ഓഫ് കോഴ്സ് ജൂഡസ് അതിനു മുമ്പ് he left for his place. ബാക്കിയുള്ളവരെ അതിശക്തമായി ഉപയോഗിച്ചു. ഓർഡിനറി പീപ്പിൾ ഫോർ an extraordinary work. And we are also in the process, part of the training. കർത്താവ് ഈ വചനത്താൽ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. Amen.